കത്തിച്ചവളുടെ കാരണം പൊട്ടിക്കടാ. നാത്തൂനെ, ഇത് ഞങ്ങൾ അച്ഛനും മക്കളും തമ്മിലുള്ള കുടുംബകാര്യോ. അതിന് നാത്തൂന് ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. ഓ, ഹരിത പറഞ്ഞതൊരു ജീവിത സത്യം. മരുമകനായ മനോജിനോട് ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങൾ സ്നേഹത്തോടെ ഒന്ന് സംസാരിച്ചിട്ടുണ്ടോ? പോട്ടെ, 1 മിനിറ്റെങ്കിലും നിങ്ങളുടെ മരുമകനാണെന്ന് അംഗീകരിച്ചിട്ടുണ്ടോ? കരുണാകര, ഇത് അമ്മയും മോളും ചേർന്ന് നിന്നെ അട്ടിമറിക്കാനുള്ള പദ്ധതിയാ. ഒന്ന് നിർത്തണ്ട അപ്പച്ചി. അച്ഛനെ കൊച്ചാക്കാൻ അമ്മയുമായിട്ട് ചേർന്ന് ഒരു ഏർപ്പാട് ഞാൻ നടത്തിയിട്ടില്ല. ഭർത്താവിനെ കൊച്ചാക്കുന്ന ഒരു കാര്യത്തിലും അമ്മ കൂട്ടു നിൽക്കുകയില്ല. അത് സത്യമായ കാര്യമാണ് അച്ഛാ. അതൊക്കെ പോട്ടെ, നിനക്കിപ്പോ എന്താ വേണ്ടത്? മനോജിന് ഒരു ബിസിനസ് തുടങ്ങാനുള്ള സാഹചര്യം അച്ഛൻ സൃഷ്ടിച്ചു കൊടുക്കണം. മീനാക്ഷി, ഓ, എന്റെ പേരെങ്കിലും അമ്മയ്ക്ക് ഓർമ്മയുണ്ടല്ലോ. സന്തോഷം. മോളെ, നീ ഇവിടെ? രക്തബന്ധത്തോളം വരില്ലല്ലോ അമ്മേ, കൂട്ടിക്കെട്ടിയ ബന്ധങ്ങൾ. മോളെ, നീ എന്തൊക്കെയാ പറയുന്നേ? അച്ഛനും അമ്മയ്ക്കും എന്താ ഞങ്ങളോട് ഇത്ര ദേഷ്യം? എന്താ ശത്രുത? എന്തിനാ ഞങ്ങളെ അകറ്റി നിർത്തിയിരിക്കുന്നത്? ഞങ്ങൾക്കിപ്പോ മനസ്സിലായി, ഞങ്ങൾ അനാഥര് തന്നെയാ. മോളെ, നീ എന്തെങ്ങനെ? നീ എന്റെ മരുമോള, എന്റെ വിനുമോന്റെ പെണ്ണ്. ഞങ്ങൾ ഇവിടെയാണ് താമസിക്കുന്നതെന്ന് മോളെ എങ്ങനെ കണ്ടുപിടിച്ചു? മനസ്സുകൊണ്ട് തെരഞ്ഞ ഏത് മൂലയിൽ ഒളിച്ചിരുന്നാലും കണ്ടുപിടിക്കാൻ പറ്റും അമ്മേ. നിങ്ങളെ കാണാനില്ലെന്നറിഞ്ഞ സമയം മുതല് പാവം വിനുവേട്ടൻ ആകെ തകർന്നു നടക്കുന്നത്. എന്നെ സങ്കടപ്പെടുത്തണ്ടെന്ന് കരുതി പൊട്ടിക്കരയുന്നില്ലെന്നേ ഉള്ളൂ. ഇന്ന് അമ്മ ഇവിടെ ഭക്ഷണം ഒന്നും ഉണ്ടാക്കണ്ട. അച്ഛനും അമ്മയ്ക്കും 3 നേരം കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടായിക്കൊണ്ടാ ഞാൻ വന്നേക്കുന്നേ. മോളെ, എന്തിനാ നീ? അമ്മേ, വേണ്ട. അല്ല, അച്ഛനെവിടെ? മാധവേട്ടൻ ഒരു വർക്ക്ഷോപ്പിൽ പണിക്ക് പോകുന്നുണ്ട്. പണിക്ക് പോന്നു പറഞ്ഞ വർക്ക്ഷോപ്പ് നടത്തുന്നു. ഉച്ചയ്ക്ക് എന്നും ഇവിടെ വന്ന് ആഹാരം കഴിക്കുന്നേ. ചോറ് പൊതിഞ്ഞു തരാന്ന് പറഞ്ഞാ കേക്കില്ല. പാവം, എന്നെയിട്ട് പാടുപെടുത്തണ്ടെന്ന് കരുതിയിട്ടായിരിക്കും. അത് മാത്രമായിരിക്കില്ല, ചന്ദ്രികാമ്മ ഇവിടെ ഒറ്റയ്ക്കല്ലേ, ഇടയ്ക്കൊക്കെ ഒന്ന് വന്ന് നോക്കിയിട്ട് പോവാന്ന് കരുതിയിട്ടുണ്ടാവും. വരാൻ സമയാവുന്നുണ്ട്. ആ, അതിന് അമ്മ എന്തിനാ ധൃതി പിടിക്കുന്നേ? ആഹാരമൊക്കെ റെഡിയാണല്ലോ. ഇനിയിപ്പോ ചന്ദ്രികാമ്മയുടെ കൈവച്ചുണ്ടാക്കുന്നത് മാധവൻ നായർ കഴിക്കുള്ളൂന്നുണ്ടോ? കൂടെ എവിടുന്ന്? എന്റെ വിനുമോന്റെ വിശേഷങ്ങളൊക്കെ കേക്കട്ടെ. ചന്ദ്രു, മാധവേട്ടൻ വരുന്നുണ്ട്. അമ്മേ, പറയല്ലേ, ഞാനവിടെ മാറി നിക്കാം. ചന്ദ്രു. ആ, അച്ഛാ, ഓടിക്കളയല്ലേ? ഞാനാ മീനാക്ഷി. അന്ന് മാർക്കറ്റിൽ വെച്ച് കണ്ടപ്പോഴേ എനിക്ക് മുഖം തരാതെ മുങ്ങിക്കളഞ്ഞു. ഇന്ന് ഞാൻ വിടില്ല. അതും മോളെ, അന്നത്തെ അവസ്ഥ അതായിരുന്നു. അതെ, ഇന്ന് നമുക്ക് 2 ആൾക്കുള്ള ഭക്ഷണമായിട്ടാ മീനാക്ഷി വന്നിരിക്കുന്നത്. പാല് കാഴ്ച കഴിഞ്ഞ ശേഷം ജഗത നാട്ടിലേക്ക് പോയില്ല അല്ലേ? ഇല്ല സാറേ, ഞാൻ ഇവിടെ തന്നെ താമസിക്കണമെന്ന് മോൾക്ക് ഒരേ നിർബന്ധം. അതിനെക്കാട്ടി നിർബന്ധം പ്രകാശന. അത് നന്നായി, അത് നന്നായി. ഒരു വീടാകുമ്പോ ഒരു പ്രായമായ സ്ത്രീ ഉണ്ടാവുന്നത് നല്ലതാണ്. പ്രകാശിന്റെ അച്ഛനും അമ്മയും ഇവിടെ തന്നെ ഉണ്ടാകേണ്ടവരായിരുന്നു. പറഞ്ഞിട്ടെന്താ കാര്യം? പ്രായം എത്രയൊക്കെ ആയിട്ടും ഒളിച്ചോട്ടവും നാടുചുറ്റലും ഒക്കെ അല്ലേ? ഞാൻ ചായ എടുത്തോണ്ട് വരാം സാർ. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഉണ്ടാക്കി വച്ചിരിക്കുന്നു കാണ്ടവന്റെ കാശിന്. പ്രകാശ, കൊള്ളാം.
ഇയാളെന്തിനാ ഞാനില്ലാത്ത നേരത്ത് ഇങ്ങോട്ട് വന്നത്? ഈശ്വര, സീനാവോ? സാർ താങ്ക് യു. ചായ നന്നായിരിക്കുന്നു. തോട്ടത്തിലെ ചായയുടെ അതേ രുചി, അതേ മണം. ഞാൻ ചന്ദ്രിക ഉണ്ടാക്കി തന്ന ചായയും കുടിച്ചിട്ടുണ്ട്. അതിനും ഒരു പ്രത്യേകതരം ടേസ്റ്റാ. അത്ഭുതപ്പെടാനില്ല. നിങ്ങൾ രണ്ടുപേരും ഒരു തരത്തിൽ പറഞ്ഞാൽ അടുക്കളക്കാര് തന്നെയാ. പ്രകാശ് വന്നോ? ഞാൻ വന്നതും പ്രകാശിനെ കാണാൻ തന്നെയാ. ആ മുഖമില്ലാതെ കാര്യം പറയാം. എനിക്ക് പണത്തിന് കുറച്ച് ആവശ്യമുണ്ട്. മരുമോനെ ഒരു ബിസിനസ് തുടങ്ങേണ്ട ആവശ്യത്തിനാ. അല്ല, അതിപ്പോ ഈ വീടങ്ങോട്ട് വച്ചതല്ലേ ഉള്ളൂ. പ്രതീക്ഷിച്ചതിലും ഇരട്ടി കാശാവുകയും ചെയ്തു. നല്ലൊരു തുക കടത്തിലുമാണ്. അതുകൂടാതെ വേണ്ട, ഒന്നും പറയണ്ട. അതൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങളല്ലേ പ്രകാശ. അതെ, പ്രകാശിന് ഒരു ടെൻഷനും വേണ്ട. എന്റെ കൈവശം 2 ചെക്കുകളുണ്ട്.